നമസ്കാരം. NTVയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മിഴിയോരത്തിലേക്കും സാരഥിയിലേക്കും സ്വാഗതം. ഇന്ന് പതിവിൽ നിന്ന് വിപരീതമായി സാരഥിയാണ് ആദ്യത്തെ സെഗ്മെന്റായി കൊണ്ടുവന്നിരിക്കുന്നത്. ഗെയിം ഷോയിൽ പങ്കെടുക്കാൻ കാത്തിരുന്ന പ്രേക്ഷകർ ആരും നിരാശപ്പെടരുത്. സാരഥിക്ക് ശേഷം 2 ഗെയിം ഷോയും ഉടനെ വരുന്നതാകുന്നു. ഇന്ന് സാരഥിയിൽ നമ്മോടൊപ്പം ചേരുന്ന ഗസ്റ്റ് മിസ്റ്റർ ദിലീപ് നായർ, ഫിറ്റ്നസ് ട്രെയിനർ, UAE ആംഡ് ഫോഴ്സ്. ദിലീപ്, വെൽക്കം ടു ദ ഷോ. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വെയിറ്റ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് ഉത്തരം തരാൻ പറ്റുന്ന ഒരു മിടുക്കനായ വ്യക്തി തന്നെയാണ് ദിലീപ്. തീർച്ചയായും താഴത്തെ കാണുന്ന നമ്പറിൽ വിളിക്കാൻ മടിക്കരുത്. ദിലീപ്, വെയിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒബേസിറ്റി എന്നാണ്. പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടീമാണ് ഒബേസിറ്റിയും ഓവർ വെയിറ്റും, അല്ലേ? രണ്ടും ഒന്നാണ് എന്നൊരു ധാരണ പലർക്കും ഉണ്ട്, ഇൻക്ലൂഡിങ് മീ ഉണ്ട്. ഇത് 2 ടേമും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ. അതായത് എല്ലാവരും വെയിറ്റ് കൂടുതലാണെന്ന് മാത്രമേ എല്ലാവരും പറഞ്ഞോളൂ. അപ്പോൾ ആർക്കും ഈ ഒബേസിറ്റി എന്തെന്ന ആർക്കും വലിയൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഈ ബേസിക്കായ ഒരു കാര്യം എല്ലാവരും അറിയേണ്ടത്, ഈ ഓവർ വെയിറ്റ് ഈ ഒബേസിറ്റി തമ്മിലുള്ള ആ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും. ഉദാഹരണമായിട്ട് അതിനകത്ത് സാധാരണ ഒരാൾ അപ്പിയറൻസ് വൈസ് അയാൾക്ക് വലിയൊരു ചേഞ്ചസ് ഒന്നുമില്ല, വലിയ സൈസൊന്നും ഉണ്ടാവണമെന്നില്ല. വെയിങ് മെഷീനിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു വലിയ ഡിഫറൻസ് ഒന്നുമില്ല. സാധാരണ റെക്കമെൻഡ് വെയിറ്റിനെക്കാരും ഒരു 5 to 6 വെയിറ്റ് കൂടുതലുള്ളൂ. അപ്പോൾ അയാൾ പറയാം, എനിക്ക് വലിയ എക്സസൈസ് ആയിട്ട് വലിയ ഓവർ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ, ഏകദേശം ഞാൻ പ്രൊപ്പോർഷൻ കീപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പുള്ളി ഫുഡിലും എക്സസൈസിലൊന്നും യാതൊരു കൺട്രോളും ഇല്ലാതെ സാധാരണ ലൈഫ് സ്റ്റൈലിൽ പോകും. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഹൈപ്പർ ടെൻഷനോ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ വന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കാണ് എല്ലാവരും പറഞ്ഞത്, അയ്യോ അയാൾ എന്ത് നല്ല ഫിറ്റായ ഒരാളായിരുന്നു, അയാൾക്ക് എന്ത് പറ്റിയതാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്തുള്ള ഫാറ്റ് കണ്ടൻസ്, എത്രത്തോളം ഫാറ്റ് കണ്ടൻസ് ആണ് ഒബേസിറ്റി തീരുമാനിക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് വെയിങ്ങിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഈ ഒബേസിറ്റിയാണ് നമുക്ക് ഫർദറായിട്ട് ഹാർട്ട് റിലേറ്റഡ് കാർഡിയാക് പ്രോബ്ലംസിനും പിന്നെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിക് പ്രോബ്ലംസ്, അങ്ങനെ ആർത്രൈറ്റിക് പ്രോബ്ലംസ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള റീസൺ ഒബേസിറ്റിയാണ്. ഇപ്പം ഉദാഹരണമായിട്ട് നമ്മുടെ മെഷർമെന്റ്സ് വൈസ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം 2 ടൈപ്പ് ആൻഡ്രോയിഡ് ആൻഡ് ഗൈനോയിഡ് ഒബേസിറ്റി ഉണ്ട്. ആൻഡ്രോയിഡ് ഒബേസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ആബ്സിനും അബ്ഡമൻ ഏരിയസിൽ ചുറ്റും ഡ്രങ്ങിനകളുടെ ചുറ്റുമുള്ള നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം, മെഷർമെന്റ് വൈസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക എക്സസ് ബോഡി വെയിറ്റ് ഉണ്ട്. അത് ഈ ആൻഡ്രോയിഡ് ഒബേസിറ്റി വളരെ ഡേഞ്ചറസ് ആയ ഒരു കേസാണ്. അതാണ് കൂടുതലും കാർഡിയക് പ്രോബ്ലംസ് ഉണ്ട് അബ്ഡോമിനൽ ഏരിയാസിലുണ്ട്. അടുത്തത് മറ്റേ ഗൈനോയിഡ് എന്ന് പറയുമ്പോൾ തൈസിലും ഹിപ്പിലുമായിട്ടുള്ള ഉണ്ടാവണം. അപ്പോൾ ആൾക്കാർ അതുകൊണ്ട് വലിയ വെയിറ്റിൽ വ്യത്യാസം ഇല്ലാന്ന് വിചാരിച്ച് ഇരിക്കും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം പിന്നെ ചാൻസ് കൂടുതൽ ഡേഞ്ചറായ കേസാണ്. പിന്നെ അതേപോലെ തന്നെ ഓവർ വെയിറ്റ് ഉള്ള വ്യക്തികൾ സാധാരണ രീതിയിൽ ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, ദിവസം എക്സസൈസ് ഒക്കെ ചെയ്ത് പിന്നെ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അത്യാവശ്യം സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ വെയിറ്റ് ചിലപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാൾ റെക്കമെൻഡ് വെയിറ്റിനേക്കാളും ഒരു 5 to 10 കിലോസ് കൂടുതലായിരിക്കും. അപ്പോൾ അവർ വളരെ പേടിക്കേണ്ട കാര്യമില്ല. അത് കൂടുതലും ലീൻ മസിൽസ് ആയിരിക്കും. ലീൻ മസിൽസിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ ഹെൽത്തി വെയിറ്റ് ആണ്, അത് പേടിക്കേണ്ട ആവശ്യം. നമുക്ക് കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ, നമുക്ക് മടങ്ങി വരാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? ഞാൻ ബിജു ആണ്, അബുദാബിയിൽ. ബിജു, സംസാരിച്ചോളൂ ദിലീപിനോട്. ബിജു. സാറേ, ഞങ്ങൾ സാറിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഗ്രാം കണ്ടിരുന്നു. അന്നേരം ഒന്ന് സംസാരിക്കണമെന്ന് നേരത്തെ വിചാരിച്ചിരിക്കുന്നു. ഇന്നൊന്നല്ല, സെക്കൻഡ് പ്രോഗ്രാം. ഒരു വെയിറ്റ് മാനേജ്മെന്റിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ടോപ്പിക്കിൽ തന്നെയാണെങ്കിലും കറക്റ്റ് ആയിരുന്നു. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. വെയിറ്റ് മാനേജ്മെന്റിൽ നമ്മളൊരു 10-15 പേരുണ്ട്. ഒരു ഗ്രൂപ്പ് നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുകയും റെഗുലറായിട്ട് നടക്കാനൊക്കെ പോകുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പ് നമ്മൾ എല്ലാവർക്കും വെയിറ്റ് കുറയുന്നില്ല. എല്ലാ ദിവസവും 1 മണിക്കൂറോ 1.5 മണിക്കൂർ എല്ലാവരും നടക്കുന്നുണ്ട്, ചെറിയ രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ഒരേ ഒരു കംപ്ലൈന്റ് വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളതാണ്. അന്നേരം അതിന് സാറിന്റെ ഒരു രീതിയിൽ എന്തുകൊണ്ടാണ് വെയിറ്റ് കുറയാത്തത്? അതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ഒരു ആൾക്കാരുടെ ഈ ഒരു കോൺസെപ്റ്റ് മാറ്റുക എന്നുള്ളത്. എല്ലാവരും പറയാറുണ്ട്, കുറെ ദിവസവും ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്, വെയിറ്റിലൊന്നും കാണുന്നില്ല. ചില ആൾക്കാർ പിന്നെ ഫെഡപ്പ് ചെയ്ത് എക്സസൈസ് പ്രോഗ്രാം തന്നെ ടോട്ടലി നിർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആവരുത്. അതിന്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് മാത്രമല്ല നമ്മുടെ എല്ലാം തീരുമാനിക്കുന്നത്. നമ്മൾ എല്ലാവരും നോക്കുമ്പോൾ BMI എന്നുള്ള ബോഡി മാസ് ഇൻഡെക്സ് നോക്കിയിട്ട്
നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ച് ഹൈറ്റ് വെയിറ്റ് റേഷ്യോ അനുസരിച്ച് പിന്നെ എനിക്ക് ഓവർ വെയിറ്റ് ആണ്. ഞാൻ എത്ര നാൾ എക്സസൈസ് ചെയ്തിട്ടും ചേഞ്ചസ് ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുന്ന അനുസരിച്ച് ബോഡിക്കകത്ത് ലീൻ മസിൽസ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലീൻ മസിൽസ് ഗെയിൻ ചെയ്യുന്നൊപ്പം ഫാറ്റ് ബേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ മസിൽസിനാണ് കൂടുതൽ വെയിറ്റ്, അതുകൊണ്ട് മസിൽ ഗെയിനിങ് ഉണ്ടാകുന്നതുകൊണ്ട് വെയിറ്റ്സിൽ വലിയ വേരിയേഷൻസ് ഉണ്ടാവില്ല. പകരം നിങ്ങൾ മെഷർമെൻറ്റ് വൈസ് നോക്കുമ്പോൾ യു ക്യാൻ സീ ദ ഡിഫറൻസ്. അല്ലെങ്കിൽ നമ്മളിപ്പം പോയി ക്ലിനിക്കലി ഇപ്പോൾ ലിപ്പിഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ ഫാറ്റ് അസസ്മെൻ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ലിപ്പിഡ് പ്രൊഫൈൽ കൊളസ്ട്രോളൊക്കെ നോക്കുമ്പോഴത്തേക്ക് നോർമലായിരിക്കും. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു ശരിയായ എക്സസൈസ് പ്രോഗ്രാം ആണോ എന്നുള്ളതാണ് അടുത്ത് അറിയേണ്ടത്. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നു എന്ന് കൊണ്ടല്ല, നിങ്ങൾ 15 പേരും കൂടെ എല്ലാം കൂടെ ചുറ്റും ഇരുന്ന് സംസാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെയ്യും, വീണ്ടും നിർത്തും, വീണ്ടും ഫോൺ വരും, പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെയാണോ? അങ്ങനെയുള്ള എക്സസൈസ് ആയിട്ട് കാര്യമില്ല. പറയുമ്പോൾ നിങ്ങൾ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുണ്ട്. അൾട്ടിമേറ്റ്ലി നിങ്ങൾ പ്രൊഫഷണൽ കോച്ചിന്റെ കുറവുണ്ട്. നമ്മളെല്ലാവരും നാട്ടില് സ്വന്തമായിട്ട് എക്സസൈസ് ചെയ്യുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യാണ്. പക്ഷെ നടക്കുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് ചെയ്യാൻ അബുദാബിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഒന്നുമില്ലെങ്കിൽ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യുക, ഇല്ലെങ്കിൽ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷണൽസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഒന്ന് കണ്ടാൽ അവർക്ക് നിങ്ങളെ ശരിക്കും ഗൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രോപ്പർ എക്സസൈസ് പ്ലാനിൽ ഒരു ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. അല്ല നമ്മൾ വേഗമായിട്ട് ചെയ്ത് കാര്യമില്ല. അല്ല ഞാൻ ഈ ആർമിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ലെസൺസും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ വോളണ്ടറി ആയിട്ട് ഞാനും എൻ്റെ കൂടെ ഉള്ള പ്രൊഫഷണൽസ് ആയ ആൾക്കാരും കൂടെ ചേർന്നിട്ട് ചില സ്ഥലങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ചില ഫിറ്റ്നസ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാറുണ്ട്, ചില അവയർനെസ് ക്ലാസ് കൊടുക്കാറുണ്ട്, ചില എക്സസൈസ് പ്ലാൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമ്മൾ എൻ്റെ സമയം അനുസരിച്ച് പറ്റും. എനിക്കത് ഒരു വോളണ്ടറി ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓർഗനൈസേഷന്റെ പേര് VO2 Max ഫിറ്റ്നസ് സൊല്യൂഷൻസ്. ഇടയ്ക്ക് ഞാൻ നടത്താറുണ്ട്. അപ്പോൾ എനിക്കത് ചെയ്യാറുണ്ട്. ഞാനത് നടത്താറുണ്ട് ഇടയ്ക്ക് നടത്താറുണ്ട്. ശരി. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് ദിലീപിനെ പേഴ്സണലി നിങ്ങൾ അവസാനം എന്റെ നമ്പർ പറയുന്നുണ്ടാവും. പറഞ്ഞോളൂ ദിലീപ്, പറഞ്ഞോളൂ. എന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ. 050 3126 557. നേരത്തെ പറഞ്ഞാൽ ഞാൻ നമുക്ക് നോക്കി പ്ലാൻ ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. കോൾ കട്ടായി പോയിരുന്നത് ബിജുവിന്റെ. അപ്പൊ ബിജുവിന് കൂടുതൽ സർവീസിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ പറഞ്ഞത് ഒബിസിറ്റി എന്ന് പറയുന്നതും ഓവർ വെയിറ്റ് എന്ന് പറയുന്നതും വ്യത്യാസമാണ്. ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു നല്ല ഒരു എക്സസൈസ് ചെയ്യുന്ന ആളും സംടൈംസ് ഹി മേ ബി ഓവർ വെയിറ്റ്, അത് മസിൽ വെയിറ്റ് ആണ് ആവാന്നാണ് ദിലീപ് പറഞ്ഞത്. അപ്പൊ ഇതാണ് ഇതിന്റെ മേജർ ഡിഫറൻസ് എന്നാണ് ദിലീപ് പറഞ്ഞത് അല്ലേ? അപ്പോ ഹിപ്പ് വേസ്റ്റ് റേഷ്യോ നമ്മൾ മെഷർമെന്റ് ടേപ്പ് വെച്ചിട്ട് ഹിപ്പ് ആൻഡ് വേസ്റ്റ് റേഷ്യോ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവും എനിക്ക് കുറച്ച് എക്സസ് ബോഡി വെയിറ്റ് ഉണ്ട്. അത് ഫിസിക്കലി ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് കൊളസ്ട്രോൾ ഒക്കെ നോക്കാൻ വേണ്ടി ലിപ്പിഡ് പ്രൊഫൈലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ അറിയാൻ പറ്റും. പക്ഷേ ഈ ഫാറ്റ് അസസ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ BMI സ്കെയിൽ നോക്കിയിട്ടുള്ള വേഗമായിട്ടുള്ള ഒരു ഇതല്ല വേണ്ടത്. ഒരു ഫാറ്റ് അസസ്മെന്റ് ആണ് ശരിക്കും വേണ്ടത്. ശരിക്കും ഓക്കെ. അപ്പൊ ഇപ്പൊ പറഞ്ഞിരുന്നു വെയിറ്റ്, പിന്നെ നമ്മുടെ ഇഞ്ച് മീൻസ് എന്താ പറയുന്ന ബോഡി പാർട്ടിന്റെ അളവ് നോക്കണമെന്ന്. അപ്പം നാളെ മുതൽ ഒരു 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 ഫിറ്റ്നസ് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക്, ഒരു പിന്നെ ജിമ്മിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് പോകുന്നതിന് മുമ്പ് വെയിറ്റ് നോക്കി വെച്ച് തിട്ടപ്പെടുത്തുക എന്നതിനുപരി ഓരോ ഭാഗത്തിന്റെയും അളവ് എഴുതി വെച്ചിരിക്കുന്നത് ഒരു നെസസറി ആയിട്ടുള്ള കാര്യമാണോ? അത് ഇപ്പം ഒരു സാധാരണ വ്യക്തിയെടുത്ത് ഇപ്പം നമ്മൾ ഇങ്ങനെ മെഷർമെന്റ്സ് വെച്ചൊക്കെ നോക്കാൻ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് നമ്മൾ എടുക്കുന്ന മെഷർമെന്റ്സിന്റെ വ്യത്യാസം ഉണ്ടാവും. അവർക്ക് അത്രയ്ക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയ ഗൈഡൻസിൽ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഗൈഡൻസിൽ പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. ശരി. അപ്പൊ ഇനി എനിക്ക് മനസ്സിൽ വരുന്നത് ഇപ്പൊ വെക്കേഷൻ ടൈമാണ്. കുട്ടികളൊക്കെ വീട്ടിൽ ഇരുന്ന് ഒരുപാട് സ്നാക്സും ജങ്ക് ഫുഡ്സും ഒക്കെ കഴിക്കാൻ സമയമാണ്. അതൊന്നും അല്ലെങ്കിൽ തന്നെയും ഗൾഫ് മേഖലയിൽ പൊതുവെ കാണുന്ന ഒരു കാര്യമാണ് ചൈൽഡ് ഒബിസിറ്റി. ഇതിന്റെ റീസൺസ് എന്താണ്, ഇത് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം? ആൻസറിലേക്ക് വരുന്നതിന് മുമ്പ് there is a caller with us. ഹലോ 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 ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? എന്താണ്? സജീവ്. ഓ, ദിലീപിനോട് സംസാരിച്ചോളൂ. പറയൂ സജീവ്. ആണല്ലോ.
പറഞ്ഞോളൂ. സജി. എനിക്ക് ഇച്ചിരി ഓവർ വെയിറ്റ് ഉണ്ട്. അപ്പം ഞാൻ DNA ഒക്കെ എടുത്തിരുന്നു. ഓക്കെ. പക്ഷെ അത് വയറിനാണ് വെയിറ്റ് കൂടുതൽ. പക്ഷെ ബോഡി മറ്റുള്ള പാർട്സിന് വലിയ വെയിറ്റ് ഇല്ല. അപ്പൊ സ്വിമ്മിങ്ങിന് പോകുന്നുണ്ട്. സ്വിമ്മിങ്ങിന് പോയപ്പോ അവിടുത്തെ ജിമ്മിന്റെ ഇൻസ്ട്രക്ടർ പറഞ്ഞു സ്വിമ്മിങ്ങിന് പോയതുകൊണ്ട് മാത്രം നമുക്ക് വയറ് കുറയത്തില്ല, വയറിന്റെ മസിൽസിന് വേണ്ടിയിട്ടുള്ള എക്സർസൈസ് ചെയ്യണം. അപ്പം അതിനകത്തൊരു കാര്യമുണ്ടോ? സ്വിമ്മിങ് കൊണ്ട് കുറയത്തില്ലേ? അത് സ്വിമ്മിങ് സ്ഥിരമായിട്ട് ചെയ്യുന്നതായിട്ടാണോ? എന്താ സജീവിന് ഞാൻ പറയാം. സജീവിന്റെ ഏജ് എത്രയാണ്? എന്റെ ഏജ് 42 ആണ്. അപ്പൊ 42 എബോ 40 ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വിഗ്രസ് ആയുള്ള എക്സസൈസ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഐഡിയൽ മെത്തേഡാണ്. പിന്നെ ഞാൻ ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. സ്വിം ചെയ്യുമ്പോഴത്തേക്ക് ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറയും. നമ്മൾ ഏത് എക്സസൈസ് ചെയ്താലും നമ്മൾ അൾട്ടിമേറ്റ് എയിം ഇറ്റ് ഷുഡ് ബി ടു ബേൺ കാലറീസ്. അപ്പോൾ സ്വിം ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് കാലറി കൺസംഷൻ ബേണിംഗ് ചെയ്യണതിന്റെ പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യാൻ പറ്റി ഒരു 30 to 40 minutes കണ്ടിന്യൂസ് സ്വിം ചെയ്യാൻ പറ്റിയെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ, ഫാറ്റ് റിഡക്ഷൻ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ വയറിന്റെ കാര്യം പറയണമെങ്കിൽ ഒരു സ്പോട്ട് റിഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു മിത്താണ്. ഒരു സ്പോട്ടായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ടോട്ടലായിട്ട് കുറയ്ക്കാൻ പറ്റും. ആംബ്ലിക്കൽ ഹെർണിയ റിലേറ്റഡ് പ്രോബ്ലം ഉള്ളത് വെയിറ്റ് ബിയറിംഗിൽ മാത്രമേ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. സ്വിമ്മിങ്ങിനകത്ത് ആംബ്ലിക്കൽ ഹെർണിയയിൽ വലിയ പ്രോബ്ലം വരുന്നില്ല. അത് അബ്ഡോമിനൽ വോൾസ് ഉണ്ടാവുന്ന ഒരു ഉറപ്പായിട്ടും സ്വിമ്മിങ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അല്ല നമ്മളിപ്പോ ഈ അബ്ഡോമിനൽ എക്സസൈസസ് ഒക്കെ ഈ സിറ്റപ്സ് ഒക്കെ എന്തുമാത്രം ചെയ്താലും നമുക്ക് ഒരിക്കലും വയറ് കുറയില്ല. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ. ഒപ്പം ഒരു എക്സസൈസ് പ്രോഗ്രാം ഫോളോ ചെയ്യുന്നതിനൊപ്പം നമ്മൾ സിറ്റപ്സും കൂടെ ചെയ്താൽ ഉള്ളിലെ മസിൽസ് ടോൺ ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഒരു സ്പോട്ടിൽ പെട്ടെന്ന് വയറ് കുറയ്ക്കാൻ വേണ്ടി ചില ആൾക്കാർ എക്സസൈസ് ആയിട്ട് അബ്ഡോമിനൽ എക്സസൈസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ബാക്ക് പെയിൻ ആവും. ബിക്കോസ് ബാക്ക് മസിൽസ് വീക്ക് ആവും. ഫ്രണ്ടിൽ സ്ട്രോങ് ആവും, ബാക്ക് മസിൽ വീക്ക് ആവും. അപ്പം ബാക്ക് പെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സ്വിമ്മിങ് കണ്ടിന്യൂ ചെയ്യാം, ഒപ്പം ഒരു എക്സസൈസ് നല്ലൊരു ഒരു ഡയറ്റ് പ്രോഗ്രാം കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദ റിസൾട്ട്സ്, നോ ഡൗട്ട്. സ്വിമ്മിങ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ഇല്ലെങ്കിൽ വാട്ടർ എറോബിക്സ് ഉണ്ട്, വെള്ളത്തിനകത്ത് വെച്ചിട്ടുള്ള എറോബിക് മൂവ്മെന്റ്സ്, അത് വളരെ എഫക്റ്റീവ് ആണ്. ഇപ്പം അക്വാട്ടിക് ഫിറ്റ്നസ് ട്രെയിനിങ് അത് വളരെ വാട്ടർ സ്പോർട്സ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യേണ്ട. യു പ്ലീസ് കണ്ടിന്യൂ വിത്ത് ദാറ്റ്. ഓൺലി തിങ് ഈസ് ദാറ്റ് നിങ്ങളുടെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റി ഓഫ് എക്സസൈസ് കുറച്ച് കൂട്ടേണ്ടി വരും. നിങ്ങൾ ഒരേപോലെ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ഞാനൊരു ബേസിക് ആയ ഒരു കാര്യം പറയാം. സജി, ഒരു ബേസിക് ആയ ഒരു കാര്യം പറയാം, അത് എല്ലാവർക്കും കൂടെ വേണ്ടി പറഞ്ഞാണ്. നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹാർട്ട് റേറ്റ് നമ്മൾ എപ്പോഴും നോക്കണം. ഹാർട്ട് റേറ്റ് ആണ് നമ്മുടെ എക്സസൈസിന്റെ ഇന്റൻസിറ്റി തീരുമാനിക്കുന്നത്. പിന്നെ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ആ എക്സസൈസ് പ്രോഗ്രാം നമുക്ക് എഫക്റ്റീവായിട്ട് പറയാൻ പറ്റും. ഉദാഹരണം അത് കണ്ടുപിടിക്കാൻ വേണ്ടി 220 മൈനസ് ഏജ്. അപ്പം 220 മൈനസ് ഇപ്പോൾ ഏജ് ഇപ്പോൾ 40 ആണെങ്കിൽ 220 മൈനസ് 40 180. അതാണ് നമ്മുടെ മെൻഷന്റെ മാക്സിമം ഹാർട്ട് റേറ്റ്. ഇൻറ്റു ഒരു 60% ഇല്ലെങ്കിൽ ഒരു 40 years ഒക്കെ ആകുമ്പോൾ ഒരു 60% എഫർട്ട് ചെയ്യണം. ഇൻറ്റു 0.60 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഹാർട്ട് റേറ്റ് ഉണ്ടല്ലോ. ആ റേറ്റിലാണ് നമ്മൾ റേഞ്ചിലാണ് എക്സസൈസ് ചെയ്യുമ്പോൾ, അത് എക്സസൈസ് ചെയ്യുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹാർട്ട് റേറ്റ് ആണത്. ഉദാഹരണമായിട്ട് ഒരു 140 വരെയാണെങ്കിൽ ആ 140 130 140 റേഞ്ചിൽ നമ്മൾ ഒരു 30 to 40 minutes എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. നമ്മൾ വി ആർ ഗിവിംഗ് ലോഡ് ടു ദ ഹാർട്ട്, ലോഡ് കൊടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഇമ്പ്രൂവ്മെന്റ്സ് ഉള്ളൂ. അല്ല എല്ലാ ദിവസവും ഒരേ പേസിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബോഡി കൂടുതൽ റിക്വയർമെന്റ് വേണ്ടി കൂടുതൽ എക്സസൈസ് ആവശ്യമായി വരും. അപ്പോൾ അങ്ങനെ അത് മീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റില്ല. സജി ലൈനിലുണ്ടോ? കോൾ കട്ടായെന്ന് തോന്നുന്നു. സജിക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കും. നമ്മൾ പറഞ്ഞു വന്നത് കുട്ടികളിലെ ഒബേസിറ്റിയാണ്. വീണ്ടും ഒരു കോളർ ഉണ്ട്. ദിലീപ്, ഹലോ. ദിലീപിനോട് സംസാരിച്ചോളൂ. ഇതാരാണ്? രുദ്രൻ, സംസാരിച്ചോളൂ. രുദ്രൻ സാറേ, ഞാൻ നടക്കാനൊക്കെ പോകുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സൊക്കെ നടക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങള് നടക്കാൻ പോകുമ്പോഴത്തേക്ക് ഞങ്ങളെ കാണുന്നവരൊക്കെ പറയുന്നത് കൈവീശ നടക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് കൈവീശ നടക്കണം? അല്ല, കൈവീശ നമ്മള് എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട കൈവീശാൻ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇവിടെ ഗസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ ഭയങ്കര പ്രശ്നം. ശരിയായ എക്സസൈസ്, ശരിക്കും ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും കൈ നല്ല രീതിയിൽ വീശി തന്നെ നടക്കുമ്പോൾ അത്രയ്ക്ക് നമുക്ക് ഇന്റൻസിറ്റി ഓഫ് ആക്ടിവിറ്റി കൂടും, റേഞ്ച് ഓഫ് മൂവ്മെന്റ്സ് കൂടും. അത് ശരിയാണ്. ബ്രിസ്ക് വാക്കിംഗ് എന്ന് കൈവീശി നടക്കണം, അത്രയ്ക്ക് എഫക്റ്റീവ് ആണ്.
സാധാരണ ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ ജോഗ് ചെയ്യണേക്കാളും എഫക്റ്റീവ് ആണ് ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുന്നത്. കാര്യം ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ജോഗിങ്ങിൽ. അപ്പം ബ്രിസ്ക് വാക്കിംഗ് ഈസ് എൻ ഐഡിയൽ വേ. അല്ല സാറേ, ഞാനല്ല, നമുക്ക് അല്ല അവരൊക്കെ ഈ വയ്യ നടക്കുകയും ചെയ്യും, കൈ മാത്രം ഇങ്ങനെ ആകാശം വീട്ടുന്നതിന് വീശുകയും ചെയ്യും. അതാണ് സ്പീഡിലൊക്കെ നടക്കും. അല്ലല്ല, അത് അങ്ങനെ നടക്കുന്ന കാര്യമില്ല കേട്ടോ. അങ്ങനെ നടക്കണതിനൊപ്പം കൈവീശാനാണ് പറഞ്ഞത്, അല്ല വെറുതെ നിന്നിട്ട് കൈവീശിട്ട് കാര്യമില്ല. നമ്മൾ നല്ല പേസിൽ നടക്കുക, ഒപ്പം കൈവീശി നടക്കുക. ജോഗ് ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഏറ്റവും നല്ലൊരു ഇന്റർവൽ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്ക് ജോഗ് ചെയ്യുക, ടയർഡ് ആകുമ്പോഴത്തേക്ക് ഗോ ഫോർ വാക്ക്, വീണ്ടും അടുത്ത സ്ലോലി ഹാർട്ട് ബീറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും കുറയുമ്പോഴത്തേക്ക് എഗെയിൻ ഗോ ഫോർ എ റണ്ണിങ്. അത് ഇന്റർവൽ ട്രെയിനിങ്, അത് വളരെ എഫക്റ്റീവ് ആണ്. അത് സാധാരണ എല്ലാവർക്കും ഫോളോ ചെയ്യുന്നുള്ള കാര്യമാണ്. ഞാൻ ഈ ടോപ്പിക് സംസാരിക്കാം, ഈ കുട്ടികളുടെ കാര്യം. അതെ, പക്ഷെ കോളിലേക്ക് വരുന്ന ആൻസറിലേക്ക് വരുമ്പോ വീണ്ടും ഒരു കോളർ ഉണ്ട് നമുക്ക്. ഹലോ 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 ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? സിജോ. ആ, സംസാരിച്ചോളൂ ദിലീപിനോട്. പറയാ സിജോ. സാറേ, ഞാൻ ഈ പിന്നെ എയറോബിക്സ് എക്സസൈസിനൊക്കെ പോകുന്ന ആളാണ്. ഓക്കെ. അപ്പൊ അതില് എന്റെ ജിമ്മിന്റെ മാഷ് പിന്നെ നമുക്കായിട്ടൊരു സ്പെഷ്യലൈസ്, ഞാൻ ഇത്തിരി ഓവർ വെയിറ്റ് ആണ്. ഒരു 6 feet ഹൈറ്റ്, ഒരു 125 kg വെയിറ്റ് ഉണ്ട്. 125 6 feet. പിന്നെ നിങ്ങള് പിന്നെ നല്ല മസ്കുലർ ആയിട്ടുള്ള ബോഡിയാണോ? അതെ അതെ, അതാണ് ഞാൻ ഇപ്പൊ ചോദിക്കാൻ വന്നത്. ഓക്കെ, ഫൈൻ. മസ്കുലർ ആയിട്ടുള്ള. അപ്പൊ ഞാനിപ്പോ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടാണ് എയറോബിക്സ് ചെയ്തായിരുന്നത്. അപ്പോ പിന്നെ ഒരു ഹലോ പറയൂ, കേക്കാം. അപ്പൊ ഒരു 3-4 മാസമായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് നോക്കിയപ്പോ വെയിറ്റില് ഡിഫറൻസ് ഇല്ല. പക്ഷെ when I try for my pant size or my അരവണ്ണം ചെക്ക് ചെയ്തപ്പോ അതൊരു 3 inches കുറഞ്ഞു കാണാം. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഫോളോ ചെയ്യുന്ന പ്രോഗ്രാം വളരെ എഫക്റ്റീവ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു ബോഡി ബിൽഡർ ആയതുകൊണ്ടും മസിൽ ഗെയിൻ ഉള്ളതുകൊണ്ടാണ് വെയിറ്റിൽ ചേഞ്ചസ് ഉണ്ടാവാത്തത്. പക്ഷെ മെഷർമെന്റ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഫാറ്റ് ലോസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ ചോദിക്കാൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടക്സിനും ടൈസിനുള്ള വെയിറ്റ് കുറയില്ല. അത് നമ്മുടെ ഈ വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ അബ്ഡോമിനൽ ഫാറ്റ് ഏറ്റവും ലാസ്റ്റിൽ പോകുന്ന ഫാറ്റ് കണ്ടന്റ് ആണ്. ഒരാൾക്ക് ആപ്സ് ടോട്ടലി കുറയ്ക്കാന്ന് പറയുമ്പോൾ അയാളുടെ മുഖം ഏകദേശം നമ്മുടെ പീറ്റിയുടെ മുഖം പോലെ. വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ അബ്ഡോമിനൽ ഫാറ്റ് ലാസ്റ്റ് ഏറ്റവും അവസാനം മാത്രമേ കുറയ്ക്കാൻ പറ്റുമോ. അപ്പൊ അത്രയ്ക്ക് ഹെവി ആയിട്ട് പോകുമ്പോൾ മാത്രം നിങ്ങൾ അങ്ങനെ ആ സ്റ്റേജിൽ പോകണമെങ്കിൽ നിങ്ങളുടെ പിന്നെ മസ്കുലർ അട്രോഫി എന്ന് പറയും, മസിൽസ് ലൂസ് ചെയ്യും. ഒരു ബോഡി ബിൽഡർ ഹൈ എയറോബിക് ആക്ടിവിറ്റി പോകുമ്പോൾ നിങ്ങളുടെ മസിൽസിന്റെ മാസ് കുറയും. ട്വിസ്റ്ററിനകത്ത് പ്രത്യേകിച്ച് വലിയ എഫക്ട് ഒന്നും ഇല്ല. ജോയിന്റ്സിന് ചെറിയൊരു മൊബിലിറ്റി കിട്ടുന്നുള്ള, ട്വിസ്റ്റർ കൊണ്ട് ഒരിക്കലും ബേണിംഗ് ഇല്ല. എയറോബിക് എക്സസൈസ് എന്താ ചെയ്യാറുള്ളത്? ഞാൻ ട്രെഡ്മിൽ ചെയ്യാറുണ്ട്, ക്രോസ് ഓവർ ചെയ്യാറുണ്ട്, പിന്നെ അതുപോലത്തെ വെരി ഗുഡ്. അപ്പൊ വെയിറ്റ് റിഡക്ഷൻ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ബട്ടക്സ് സ്ലോലി ഇപ്പൊ തന്നെ കുറഞ്ഞില്ലേ? ഇപ്പൊ ഒരു ബക്കിൾസ് കുറഞ്ഞില്ലേ ബെൽറ്റിന്റെ? പക്ഷെ ഈ അബ്ഡോമിന്റെ കീഴൊക്കെയാണ് നമുക്ക് വെയിറ്റ് കൂടുതലായിട്ട് തോന്നുന്നത്. ടൈസിന്റെ പണ്ട് കാലിനൊക്കെ ഞാൻ വർക്ക്ഔട്ട് ചെയ്തിരുന്നു, അതിന്റെ ആണോന്ന് അറിയില്ല. അല്ലല്ല, ബാലൻസ്ഡ് ആയിട്ട് ലോവർ ബോഡിക്കും അപ്പർ ബോഡിക്കും വിത്ത് പ്രോപ്പർ പ്രൊഫഷണൽ ട്രെയിനർ അണ്ടറിൽ ചെയ്യുകയാണെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ചെയ്താൽ ഒരു പ്രശ്നമില്ല. ആപ്സിന്റെ അവിടെ കൂടുതലാണെങ്കിൽ ആപ്സിന് വേണ്ടി കൂടുതൽ കുറച്ച് നിങ്ങൾ ആസ് എ ബോഡി ബിൽഡർ എന്നുള്ളതിൽ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. അബ്ഡോമിനൽ എക്സസൈസ് കൂടുതൽ ആഡ് ചെയ്യുക, അപ്പൊ കൂടുതൽ ടോൺനെസ് ഉണ്ടാവും. കോള് ഡ്രോപ്പായി പോയിട്ടുണ്ട്. വേണ്ടുന്ന ഉപദേശങ്ങൾ ദിലീപിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മടങ്ങി വരാൻ. ചൈൽഡ് ഒബിസിറ്റി, കുട്ടികൾക്ക് വണ്ണം കൂടുതൽ ഉണ്ടാവാതിരിക്കാൻ പാരന്റ്സ് എന്താണ് ചെയ്യേണ്ടത്? സാധാരണ നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഏതെന്ന് വെച്ചാൽ നമ്മൾ പറയും ഫുട്ബോൾ, അല്ലെങ്കിൽ വോളിബോൾ, ഇല്ലെങ്കിൽ ക്രിക്കറ്റ് എന്ന് പറയും. ഇപ്പോഴത്തെ കുട്ടികളെന്ന് ചോദിച്ചാൽ അവർ പ്ലേ സ്റ്റേഷനിലെ ഗെയിംസിന്റെ പേരാണ് പറയുന്നത്. കാര്യം അവർക്കൊരു പ്രത്യേക ഗെയിം പറയാനില്ല. അതിന്റെ ഉത്തരവാദി പാരന്റ്സിന്റെയാണ്, ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെയുള്ള പാരന്റ്സ്. നമ്മൾ എല്ലാ ആക്ടിവിറ്റിയും കഴിഞ്ഞ് നമ്മൾ ടയർഡായിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ കുട്ടികളെയും കൊണ്ട് പുറത്തുള്ളൊരു വരില്ല. നമ്മൾ ഇനി പോയി പാർക്കിംഗ് ഒക്കെ കണ്ടുപിടിച്ച് അവരെയൊക്കെ കളിപ്പിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ ടയർഡാവും. അപ്പോഴും നോക്കുമ്പോൾ ദേ ആർ വെരി കംഫർട്ടബിൾ വിത്ത് ടാബോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കിട്ടിയാൽ അവർ വളരെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ പാരന്റ്സ് ഒരു കംഫർട്ടബിൾ ആവാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഈസി മെത്തേഡാണ് ഈ കുട്ടികളെ. പക്ഷേ ആ കുട്ടികളുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണത്.
കാര്യം അവർക്ക് നമ്മൾ പറഞ്ഞ തന്നെ കുട്ടികൾ ഒബീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മൂവ്മെന്റ്സ് റെസ്ട്രിക്റ്റഡ് ആകുമ്പോഴത്തേക്ക് അവർ അതുമല്ല ഒരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്സിന് ഒരു കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റ്സിന് ഏറ്റവും വേണ്ടത് ഫിസിക്കൽ ഡെവലപ്മെന്റ്സിന് ഒപ്പം തന്നെ മെന്റൽ ഡെവലപ്മെന്റ്സിനൊക്കെ എക്സസൈസ് വളരെ കീ റോളുകളാണ്. സോഷ്യൽ എല്ലാ ഡെവലപ്മെന്റ്സും ഉണ്ടാവണമെങ്കിലും എക്സസൈസ് പ്ലേ എ വൈറ്റൽ റോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫെസിലിറ്റീസ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ആവശ്യമുള്ള പാർക്കുകളും കാര്യങ്ങളും ഉണ്ട്. കുട്ടികൾ ദേ ഷുഡ് ഗോ ഫോർ എ മേജർ ഗെയിംസ്. അവർക്ക് പ്രത്യേകിച്ച് എക്സസൈസ് പ്രോഗ്രാംസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവരെ കളിപ്പിക്കുക എന്നുള്ളതാണ്. ഫുട്ബോൾ എന്തെങ്കിലും ഗെയിമായിട്ട് അവരെ എൻഗേജ് ചെയ്യുക. മിനിമം ഒരു 4 ദിവസമെങ്കിലും മിനിമം 4 ദിവസമെങ്കിലും ചെയ്യുക. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ശരി. അപ്പോൾ കുട്ടികളുള്ളവരെല്ലാവരും ഗാഡ്ജറ്റൊക്കെ പിടിച്ചു വാങ്ങിച്ചിട്ട് പുറത്ത് കൊണ്ടുപോകാമെന്നാണ് ദിലീപ് പറയുന്നത്. ഇനി ദിലീപ് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത് ഒരു റാപ്പിഡ് ഫയർ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിരുന്നു. അപ്പോൾ ദിലീപ് ഇത് യെസ് ഓർ നോ പറയുക. യെസ് ആണെങ്കിൽ നോ ആണെങ്കിൽ വൈ എന്ന് പറയുക. വളരെ കുറച്ച് സമയമുള്ളൂ നമുക്കിനി. ഗീ, പശു നെയ്യ്, ശുദ്ധമായ പശു നെയ്യ്, ഇത് വളരെ സ്കിന്നിന് വളരെ നല്ല കാര്യമാണ്. ഇത് ആന്റി ഏജിംഗ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. യെസ് ഓർ നോ? ഗീ ഈസ് സാച്ചുറേറ്റഡ് ഫാറ്റ്. അത് അത്ര റെക്കമെൻഡ് അല്ല. ഓക്കെ, വൈ? സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. അത് കൊളസ്ട്രോൾ ഫോർമേഷൻ കൂടുതലാണ്. ഡയറി പ്രൊഡക്റ്റ് അത്ര ഐഡിയൽ അല്ല. ഓക്കെ, നട്ട്സ്, ഇറ്റ് ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻ, വൈറ്റമിൻ എ, ഡി ആൻഡ് B12. ഇസ് ഇറ്റ് ഗുഡ് ഓർ നോട്ട്? നട്ട്സ് പോളിസാച്ചുറേറ്റഡ് ആണ്. അത് ഹെൽത്തി ഫാറ്റ് ആണ്. ദാറ്റ്സ് ഗുഡ്. ഗുഡ്. ജാക്ക് ഫ്രൂട്ട്, മാംഗോ, ഇറ്റ്സ് എ സീസണൽ ഫുഡ്. നമ്മുടെ മലയാളികളുടെ ടേസ്റ്റ് ബഡ്സിനെ ഉണർത്തുന്ന 2 ഫ്രൂട്ട്സ് ആണ്. ബട്ട് ഇറ്റ് ഈസ് ഫാറ്റി ഫുഡ്. യെസ് ഓർ നോ? ഇത് ഫാറ്റ്, ഇത് ഹൈലി റെക്കമെൻഡഡ് ആണ്. കുഴപ്പമില്ല. ഈ ഡയബറ്റിക് പ്രോബ്ലം ഉള്ളവരൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതർവൈസ് നോ ഇഷ്യൂസ്. ബ്രെഡ് ഈസി ആയിട്ട് നമുക്ക് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ബട്ട് ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് മൈദ. നമ്മൾ ഒരു ചെറിയൊരു വേരിയേഷൻ ചെയ്താൽ മതി. ബ്രൗൺ ബ്രെഡ് അവൈലബിൾ ആണ്. അതിൽ റിച്ച് ഇൻ ഫൈബേഴ്സ് ആണ്. ബ്രൗൺ ബ്രെഡ്. മറ്റേ വൈറ്റ് ബ്രെഡ് എന്ന് പറയുമ്പോൾ അത് കൂടുതലും മൈദ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഫൈബർ കണ്ടൻസ് കുറവായിരിക്കും. ഓക്കെ. അപ്പം ബ്രൗൺ ബ്രെഡ് ചൂസ് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ് ആണ്. ഇറ്റ്സ് നൈസ്. Okay, frozen items, easy to cook. Is it good or not? Easy to cook items നമുക്ക് ജോലി കുറയ്ക്കാന്നുള്ള അല്ലാതെ വേറെ അഡ്വാൻറ്റേജ് ഒന്നുമില്ല. ഫാറ്റ് കുറയ്ക്കില്ല. പ്രോസസ്ഡ് ഫുഡ് ഈസ് വെരി ഡേഞ്ചറസ്. ഇറ്റ്സ് ട്രാൻസ് ഫാറ്റ്. ഇറ്റ് മേ ഇൻക്രീസ് യുവർ കൊളസ്ട്രോൾ ലെവൽ. Okay, juice instead of water, is it good or not? എപ്പോഴും വാട്ടർ ആണ് ഐഡിയൽ ഓപ്ഷൻ. ഈ വാട്ടർ മാറ്റി വെച്ചിട്ട് എപ്പോഴും ജ്യൂസും അങ്ങനെയുള്ള ഡ്രിങ്ക്സുകൾ കുടിക്കുന്നത് ഇറ്റ്സ് നോട്ട് റെക്കമെൻഡഡ്. Not recommended. Okay. ഇനി crash diet. Crash diet help us to quick weight loss ന് help ചെയ്യും. Is it good or not? weight loss help ചെയ്യും. But that's a temporary changes. Weight loss മാത്രമേ ഉണ്ടാവൂ. പെർമനന്റ് ലോസ് ഉണ്ടാവില്ല. ഫാറ്റ് ലോസ് ഉണ്ടാവില്ല. ക്രാഷ് ഡയറ്റ് കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എക്സസൈസ് ആയിട്ട് വെയിറ്റ് കെയർ മാത്രമേ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വെയിറ്റ് ലോസ് സ്ട്രാറ്റജി ദിലീപിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ റെക്കമെൻഡ് ചെയ്യുക. വെയിറ്റ് ലോസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സസൈസ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെറിയ ഗോൾ ഉണ്ടാക്കുക. ഒരു 15 കിലോ കുറയ്ക്കുമെന്ന് വിചാരിച്ചിട്ട് പോകാതെ ജസ്റ്റ് ഗോ ഫോർ എ സ്മോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് ഗോള് നോക്കുക. പിന്നെ നല്ലൊരു കമ്പാനിയൻ ഉണ്ടാക്കുക. ഒരു ഫ്രണ്ട്സ്, ഒരു റിലേഷൻ ഉണ്ടാക്കി നമ്മൾ മടി കാണിച്ചാൽ അയാളുടെ കൂടെ വരും. അതെ, ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണോ കമ്പാനിയല്ല? നമുക്ക് ഒരു മടിയായാലും അയാൾ കൂടെ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പോകാൻ പറ്റില്ല. ഒരു ജസ്റ്റ് ഒരു ബുദ്ധിമുട്ടായി തോന്നാതിരിക്കാൻ വേണ്ടി ഒരു കംഫർട്ട് എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ നല്ലൊരു പ്രൊഫഷണൽസിനെ കണ്ടിട്ട് ഒരു എക്സസൈസ് പ്രോഗ്രാം ചൂസ് ചെയ്യുക. പർച്ചേസ് ചെയ്യുമ്പോൾ സെൻസിബിളായി പർച്ചേസ് ചെയ്യുക. ഗ്രോസറി പർച്ചേസ് ചെയ്യുമ്പോൾ ക്വിക്ക് പർച്ചേസ് നടവായിരിക്കുക. അതുപോലെ ഞാൻ വേറൊരു സൈക്കോളജിക്കൽ ഒരു കാര്യം പറയാം. നമുക്ക് വിശപ്പുള്ള സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോയാൽ നമ്മൾ കഴിക്കുന്നതൊക്കെ വാങ്ങിക്കും. ഇതെല്ലാം നമ്മുടെ ടേബിളിൽ അങ്ങുവഞ്ഞിരിക്കുകയാണെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. അപ്പറ്റൈറ്റും ഹങ്കറും ഉണ്ട്. ഇത് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ, ഹങ്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നീഡ് ഓഫ് ഫുഡാണ്. നമുക്ക് ഫുഡ് ആവശ്യമുള്ളതാണ്. അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡിസയർ ആണ്. ഇപ്പം എന്തെങ്കിലും നമ്മളിങ്ങനെ ചിന്തിക്കുക എന്തുണ്ടോ കഴിക്കാൻ, ഇപ്പം ഇതുണ്ടോ അത് കഴിച്ചാൽ എന്ത്. ഫുഡിനോടുള്ള വല്ലാത്തൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് അത്. അതാണ് നമ്മൾ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. പറ്റിയിട്ട് ഫുഡ് മനസ്സിലാക്കുക. പിന്നെ സെൻസിബിളായിട്ട് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ സെൻസിബിളായിട്ട് പർച്ചേസ് ചെയ്യുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക. വാങ്ങിച്ചാൽ നമ്മൾ ഒഴിവാക്കാൻ പറ്റും. ക്വാണ്ടിറ്റി ആദ്യം കുറച്ച് ഉപയോഗിക്കുക. ആദ്യമേ മാക്സിമം ക്വാണ്ടിറ്റി. പിന്നെ മീൽസ് ഒക്കെ ഏറ്റവും ആദ്യം ചെറിയ മീൽസ് ഓർഡർ ചെയ്യുക. പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ബർഗറൊക്കെ പല ടൈപ്പ് ഉണ്ടല്ലോ. കോംബോ, ഡബിൾ കോംബോ ഒക്കെ ഉണ്ട്. അതൊക്കെ വേണ്ടി ഏറ്റവും ചെറുതിലോട്ട് പോവുക. പിന്നെ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഉള്ള കാര്യങ്ങൾ, സ്ട്രാറ്റജി പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? വെള്ളത്തിലാണെങ്കിലും പിന്നെ വെള്ളം കുടിക്കുന്നതിൽ നത്തിങ് റോങ്. ഒരു എക്സസൈസ് പ്രോഗ്രാമിന് മുമ്പ് നല്ല ഒരു നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാൻ പറ്റിയാൽ അത്രയ്ക്ക് കൺസംഷൻ കുറയും. ഫുഡിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറയ്ക്കാൻ പറ്റും. ഹെൽത്തി ഡയറ്റിംഗ് ആയിരിക്കണം ഞാൻ പറഞ്ഞത്. കണ്ടൻസ് കുറയരുത്. ചില ആൾക്കാർ ഒട്ടും ഫുഡ് കഴിക്കാതിരുന്നും ബോഡിയിലെ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വിശപ്പം തോന്നില്ല, ഫുഡ് കഴിക്കണം തോന്നുന്നു, ഒന്നിനും താല്പര്യമില്ല. അങ്ങനെയൊക്കെ പോകാതിരിക്കും. അതൊക്കെ ഏറ്റവും ഡേഞ്ചറസ് ആയ കാര്യം. ബാലൻസ്ഡ് ആയിരിക്കണം ഡയറ്റിംഗ്.
ഷുഡ് ബി എ ബാലൻസ്ഡ് Should be a balanced ഡയറ്റ്. ഓക്കെ, ഇന്ന് സാരഥിയിൽ നമ്മോടൊപ്പം ചേരുന്നത് ദിലീപ് നായരായിരുന്നു. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ സാരഥി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ദിസ് ഇസ് മീ ഷോജ സൈനിങ് ഓഫ് വിത്ത് മിസ്റ്റർ ദിലീപ് നായർ. താങ്ക് യു. താങ്ക് യു ദിലീപ്.